ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുടുംബജീവിതത്തിൽ കുറെയൊക്കെ സ്വസ്ഥതയേക്കാൾ കൂടുതൽ അസ്വസ്ഥതകൾ കൂടാൻ തുടങ്ങി. പ്രധാനമായിട്ട് ഒരു വശത്ത് അമ്മയുടെ അമിതവാത്സല്യം കുട്ടിയുടെ നേരെ, അച്ഛന്റെ അമിതവാത്സല്യം കുട്ടിയുടെ നേരെ. ഇവർക്ക് രണ്ടുപേർക്കും മത്സരം. ഇത് ആരെയാണ് കുട്ടി കൂടുതൽ സ്നേഹിക്കേണ്ടത്? കുട്ടിയോട് ചോദിക്കുക, കുട്ടിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. അപ്പൊ ഇതൊക്കെ താളം തെറ്റിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 തലത്തിൽ അതിനെ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കണം. ഒന്ന് കുട്ടിയുടെ തലത്തില്, ഭാര്യാഭർത്തൃ ബന്ധ തലത്തില്, കുടുംബ ബന്ധങ്ങളുടെ തലത്തില്. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം, അച്ഛനമ്മമാരുടെ തലത്തിൽ നമുക്കിത് എങ്ങനെ പരിഹരിക്കണം? രക്ഷിതാക്കള് തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത, അവരൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ മനസ്സ് പരിപൂർണമായി അവരുടെ മനസ്സല്ല. ഈ പ്രകൃതിയിലെ ഒരു പരമസത്യം, പ്രപഞ്ച സത്യം, ഓരോ മനസ്സും ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെ മനസ്സും വ്യത്യസ്തമാണ് എന്ന് അച്ഛനമ്മമാര് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കുട്ടി തിരിച്ചു വരിക എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവും. അപ്പൊ അച്ഛനമ്മമാരുടെ കുട്ടിയോടുള്ള സമീപനം എന്ന് പറയുന്നത് ആ കുട്ടിയെയും മാനസികമായി ധൈര്യമുള്ളവനാക്കി തീർക്കാൻ അവര് സമയം ചെലവഴിക്കും. കൂടുതൽ അമിതമായ ഒട്ടലുണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേടിയാണ് വരിക. അച്ഛനമ്മമാരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയമുള്ള കുട്ടി ആത്മഹത്യകളിലേക്ക് വരെ തന്നെ തിരിഞ്ഞേക്കാം. ഇത് നമ്മൾ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ മനസ്സും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ മനസ്സിനെ സ്വതന്ത്രമാക്കി ശക്തിയുള്ളതാക്കി തീർക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്. രണ്ടാമത്തത്, പ്രായം കൂടുന്തോറും അച്ഛനമ്മമാര് ഒറ്റപ്പെടും. അച്ഛനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, അമ്മയ്ക്കും അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. കുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് ദൂരേക്ക് പോകണം, പെൺകുട്ടിയാണെങ്കിൽ അന്യ ഗൃഹത്തിൽ പോകണം, ആൺകുട്ടിയാണെങ്കിൽ അന്യ സ്ത്രീയെ കൊണ്ടുവരണം. ഇത് അച്ഛനമ്മമാര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പ്രായം കൂടുന്തോറും ഒറ്റപ്പെടലിലേക്കാണ്, ഏകാന്തതയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മനസ്സിനെ മറ്റൊരു മനസ്സിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനോബലം, അതിന് കൂട്ടായി കൊണ്ടു നടക്കേണ്ടത് ആധ്യാത്മികത ഒരു പരിഹാരമാണ്, പുസ്തക വായനകൾ ഒരു പരിഹാരമാണ്, നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിനൊരു പരിഹാരമാണ്. ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ തന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ, കല അതൊരു ഭാഗമാണ്. ഇങ്ങനെ വ്യാപിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകാന്തത അനുഭവപ്പെടില്ല. ഉദാഹരണത്തിന് ഒരു സംഗീതജ്ഞൻ, അദ്ദേഹം സംഗീതത്തിലും മനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ഇപ്പൊ ഭാര്യയും മക്കളും അടുത്തില്ലെങ്കിൽ സംഗീതത്തിൽ രമിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ആ ഒന്നിൽ തന്നെ അമിതമായി മനസ്സ് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ അത് മനസ്സിനെ തകർക്കും.